ഇത് കണ്ടാൽ പച്ചമാങ്ങ എന്നല്ലേ തോന്നുക, പച്ചയല്ല കേട്ടോ, അത് പഴുത്തതാണ്. അപ്പോൾ അത് ഞാൻ ഒരെണ്ണം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നമ്മളിന്ന് കണ്ടോ, അതിൻ്റെ തോട് കണ്ടാൽ പച്ചയാന്ന് തോന്നും. നല്ലോണം പഴുത്ത് നല്ല മധുരമുള്ള മാങ്ങയാണ്. ഇവിടെ ഉണ്ടായതല്ല, എൻ്റെ അയൽക്കാർ കൊണ്ടു തന്നതാണ്. അപ്പം അതുകൊണ്ട് നമ്മളിന്നൊരു മാമ്പഴ പുളിശ്ശേരിയാണ് വെക്കാൻ പോണത്. മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ. അതിന് ഞാനിതിൽ വെള്ളരിക്കയും കൂടി ഇടുന്നുണ്ട്, ചെറിയൊരു കഷ്ണം. അല്ലെങ്കിൽ ആ വെള്ളരിക്ക ചീത്തയായി പോകും. അതുകൊണ്ട് ഞാൻ വെള്ളരിക്ക വേവിച്ചിട്ട് അതിൻ്റെ കൂടെ ഈ മാമ്പഴം കൂടി ഇട്ടിട്ട് ഒരു മാമ്പഴ പുളിശ്ശേരി വയ്ക്കാം നമുക്ക്. അപ്പോൾ ഇതാ മാമ്പഴം ഞാനിതിലേക്ക് എല്ലാ തൊലി കളഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്, വെള്ളരിക്ക ഇട്ടിട്ടുണ്ട്, പച്ചമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇടാനുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഒരല്പം മുളക് പൊടി ഇടുന്നുള്ളൂ, കാരണം പച്ചമുളക് നല്ല എരിവുള്ളതാണ്. മാത്രമല്ല മുളക് പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ശകലം മുളക് പൊടി ഇട്ടിട്ടു കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ടു, കല്ലുപ്പാട്ടോ. കറികൾക്കൊക്കെ നല്ലത് കല്ലുപ്പാണ്. പിന്നെ ചെറിയ എന്താ പറയുക, മറ്റേ സോൾട്ട് പറയാനും കിട്ടുന്നില്ല, പൊടിയുപ്പും ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ തോരനിലൊക്കെ ഇടാറുണ്ട്. വെള്ളം ചേർക്കാതെ നമ്മൾ തോരൻ ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യത്തിനൊക്കെ, പിന്നെ ചോറ് ഉണ്ണുമ്പോഴൊക്കെ നമുക്ക് പൊടിയുപ്പിൻ്റെ ആവശ്യമുണ്ടല്ലോ. അല്ലാതെ ഞാൻ ഇത് കറികൾക്കൊക്കെ എല്ലാത്തിനും കല്ലുപ്പാണ് ഉപയോഗിക്കുക. അച്ചാറിടാനും കല്ലുപ്പ്, അതാണ് ബെസ്റ്റ്. തേങ്ങ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ഇത്തിരി ജീരകമുണ്ട്. ഇനി ഇതാ നമുക്ക് തേങ്ങ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ജീരകം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയിട്ട് ഞാൻ എടുത്ത് ഒഴിക്കട്ടെ കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ച് കൊടുക്കും. ഞാൻ തൈര് ഉടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, മോരാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. ഇനി നമുക്കിതാ മോര് കലക്കി വെച്ചതാണ്, അത് ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ അത് കലക്കിയ ഉടനെ ചിലവർ പറയാ ഇളക്കാൻ പാടില്ല, ഇളക്കിയാൽ പിരിഞ്ഞു പോവും. ചിലവർ പറയും നന്നായിട്ട് ഇളക്കണം, ഇളക്കിയാൽ പിരിയില്ല. ചിലർ ഇളക്കണ്ട, ഇളക്കിയാൽ പിരിയും, അങ്ങനെയൊക്കെ പറയും. എന്തായാലും ഞാനിത് നന്നായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ കടുക് വറുത്തിട്ട് നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.